തിരുവനന്തപുരം മുതലപ്പുഴയിലെ മണൽ നീക്കം ഇന്നു മുതൽ കാര്യക്ഷമമാകും. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ചതോടെയാണ് ഡ്രഡ്ജിങ്ങിന് വേഗം വരുന്നത്. 130 മീറ്റർ നീളത്തിലായിരുന്നു നേരത്തെ മണൽത്തിട്ട രൂപം കൊണ്ടത്. കണ്ണൂരിൽ നിന്നുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള പ്രവൃത്തി ഈ ഡ്രഡ്ജർ പൊഴിമുഖത്തേക്ക് എത്തിക്കുക എന്നതാണ്. ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ പൂർണ്ണമായും നീക്കുക എന്ന ഒരു പ്രവർത്തനമാണ് അവശേഷിക്കുന്നത്. എന്നാൽ ഡ്രഡ്ജർ കയറുന്നതിന് വേണ്ടി ഒരു പാതയൊരുക്കുക, അതിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഡ്രഡ്ജർ എത്തുന്നതോടുകൂടി മണൽ നീക്കം വളരെ വേഗത്തിലാകും. ഇപ്പോൾ ഒരു മിനി ഡ്രഡ്ജറിന്റെയും ഏതാണ്ട് 7ഓളം ഹിറ്റാച്ചികളുടെയും സഹായത്തോടെയാണ് ഇവിടെ മണൽ മാറ്റുന്നത്. ഇപ്പോഴുള്ള മിനി ഡ്രഡ്ജറിന്റെ ശേഷി ഒരു ദിവസം 1000 ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റുക, അങ്ങനെ ഒരു കരുത്തുള്ള മിനി ഡ്രഡ്ജറാണുള്ളത്. എന്നാൽ ഈ ഡ്രഡ്ജർ വരുന്നതോടുകൂടി മണിക്കൂറിൽ 400 ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യാൻ കഴിയും. 10 മീറ്റർ വരെ ഡ്രാഫ്റ്റ് ഡെപ്തിൽ മണ്ണ് എടുക്കാൻ പറ്റും. 400 MQ/h മണ്ണ് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ കിടക്കുന്ന ഡ്രഡ്ജർ അതിന്റെ പകുതിയുള്ളൂ, ഒരു 150-200 MQ ആണ് ഒരു മണിക്കൂർ മാറ്റുന്നത്. അപ്പോൾ ഈ ഡ്രഡ്ജറിന് അതിന്റെ ഇരട്ടിക്കുള്ളിൽ കപ്പാസിറ്റി ഉള്ള ഡ്രഡ്ജറാണ്. അതിന്റെ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ പൈപ്പ് ലൈൻ സെറ്റ് പോലും മാനുവലായിട്ട് ചെയ്യാൻ പറ്റില്ല, ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വലിയ പൈപ്പ് ലൈനാണ്. അതിന്റെ പൈപ്പ് ലൈൻ ഡെലിവറി എന്ന് പറയുന്നത് 450 mm 45 സെന്റിമീറ്ററായ. അപ്പോൾ നമ്മളിവിടെ കിടക്കുന്നത് 30 സെന്റിമീറ്ററാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡിസ്ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു മെയ് 15 ആകുമ്പോഴത്തേക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം മുതലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ഇവിടെ മണൽ നീക്കം വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ നീക്കുന്ന മണൽ എവിടേക്ക് മാറ്റും എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ പൊഴിമുഖത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നം, അത് ഈ ടെട്രാപോഡുകളും കരിങ്കല്ലുകളും ഇതിനുള്ളിലേക്ക് വീഴുന്ന സാഹചര്യം. നേരത്തെ തിരയടിയിൽ പെടുന്ന വള്ളങ്ങൾ കല്ലുകളിൽ ഇടിച്ച് മറിയുകയും അവിടെ മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. മണൽ മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇതിനടിയിലുള്ള കരിങ്കല്ലുകൾ കൂടി മാറ്റണം. അതിന് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം കൂടി മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.